മോർണിംഗ് വാക്കിനായി നമ്മളിപ്പോൾ ഉള്ളത് കാക്കനാട് മാവേലിപുരത്താണ്. നമ്മുടെ മോർണിംഗ് വാക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർ എത്ര പേർ മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന കാര്യം കമന്റ് ബോക്സിൽ കുറിക്കുക. നമ്മുടെ കമന്റുകൾ വായിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പെട്ടെന്നൊന്ന് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവാം അല്ലേ. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്. ഉമാ തോമസിന്റെ കാര്യം ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ വിശദമായി തന്നെ നമ്മൾ ഉമാ തോമസിന്റെ വാർത്തകൾ നൽകിക്കഴിഞ്ഞു. ഒരുപാട് പേർ ഗുഡ് മോർണിംഗ് പറയുന്നു. വിഷ്ണു ദാസൻ, പ്രജിൻ ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. മാത്യു വർഗീസ്, രമേശ്, രഞ്ജിത്ത്, അപ്പൂസ് കിച്ചൻ ഇവരെല്ലാം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അതെ, ഒരുപാട് പേരുണ്ട്. രമേശ്, രവികുമാർ PB, ഒരു MLA-ക്ക് സുരക്ഷ ഒരുക്കാൻ സാധിക്കാത്തവർ എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കും? ജനങ്ങളുടെയും MLA-യുടെയും ഒക്കെ സുരക്ഷ ഒരുപോലെ ബാധകമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു രവികുമാർ PB ഈ ദിവസങ്ങളിലായി താമസിച്ചാണ് വരുന്നത്. ഇപ്പോൾ സമയം 6:35 സുജീഷ് കെ ഒരു കാര്യം പറഞ്ഞു. LDF, UDF, NDA ഹർത്താൽ, അതായത് ഇടുക്കി ആ ഭാഗത്തുള്ള ഹർത്താലിനെ കുറിച്ചാണ്. ആർക്കെതിരെയാണ്? കാട്ടാനകൾക്കെതിരെയാണോ എന്ന് ചോദ്യം. വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അല്ലാതെ ഇതിനൊരു പരിഹാരം കാണാതെ ജനങ്ങളെ വിഡ്ഢിയാക്കാതെ എന്നൊരു ചോദ്യമാണ് സുജീഷ് കെ ചോദിക്കുന്നത്. നല്ല ചോദ്യമാണ്. കാരണം ഇത് ഈ പറഞ്ഞ ഹർത്താൽ നടത്തിയത് കൊണ്ടൊന്നും ആൾക്കാർ ഉണരേണ്ടവർ ഉണരുന്നില്ല, അവർ കണ്ണു തുറന്ന് കാണുന്നില്ല എന്ന പരാതി അത് ആക്ഷേപമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആ ദേശക്കാർ അനുഭവിക്കുന്നതാണ്. ഷിബു, വാച്ചിങ് യു ഇൻ USA, ഒക്ലഹോമ സിറ്റീസ്. എനിക്കൊന്ന് സ്ഥിരമായി അത് പറയാറുണ്ട്. സിദ്ധാർത്ഥ ആർ കൃഷ്ണ ഗുഡ് മോർണിംഗ്. ആരിഫ് MV, കഴിഞ്ഞ വ്യാഴാഴ്ച ദിയ ഫാത്തിമ എന്ന കുട്ടി മരിച്ചു. അരീക്കോട് താലൂക്ക് ആശുപത്രി അനാസ്ഥ കാരണം അതിനെപ്പറ്റി പറയാമോന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. സീന മുഹമ്മദ്, മെഗാ റിജീഷ് എന്നൊരു ഐഡി എന്ന് കമന്റ് ഇങ്ങനെയാണ്. രാവിലെ തന്നെ ഈ മേക്കപ്പ് ഇത്തിരി കുറച്ചാൽ നന്നായിരുന്നു, നോക്കുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നു എന്നാണ് മെഗാ റിജീഷ് എന്ന് പറയുന്നൊരു ഐഡി എന്ന് വന്ന കമന്റ്. ഉണ്ടോ? എനിക്കറിയില്ല. അപ്പൊ മറ്റു പ്രേക്ഷകർ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. നമ്മൾ അത്ര മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ? ഇനി ലൈറ്റിന്റെ വല്ലതും പ്രശ്നമാണോ? എല്ലാ കമന്റുകളും വായിക്കും കേട്ടോ. അപ്പം പോസിറ്റീവ് കമന്റുകൾ മാത്രമല്ല, നെഗറ്റീവ് കമന്റുകൾ വായിക്കും എന്ന കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്. അവരുടെ ആവശ്യം നിങ്ങളുടെ അനാവശ്യമായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രശ്നം തോന്നുകയാണെങ്കിൽ നമുക്കത് പരിഹരിക്കാം. നമ്മളത് തീർച്ചയായിട്ടും പരിഗണിക്കും. സീന മുഹമ്മദ് പറയുന്നു എറണാകുളം മാവേലിക്കര മാത്രമല്ല, മാവേലിക്കരയല്ല സീന ടീച്ചറെ, ഇത് മാവേലിപുരമാണ്. പാതാളം എന്ന സ്ഥലവുമുണ്ട് എന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കണേ എന്ന് പറയുന്നു. അതെ, പാതാളം എന്ന സ്ഥലമുണ്ട്. പക്ഷെ ഇത് മാവേലിപുരമാണ്, മാവേലിക്കരയല്ല. മാവേലിക്കര ഞങ്ങളുടെ നാടാണ്, ആലപ്പുഴ ജില്ലയിൽ. ശരി, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. മണ്ഡല മകരവിളക്ക് സീസണാണ്. മണ്ഡല പൂജ കഴിഞ്ഞിരിക്കുന്നു. ഇനി മകരവിളക്കിന്റെ സമയമാണ്. അപ്പോൾ ഇന്ന് ശബരിമല നട ഇന്ന് തുറക്കുന്നു. വൈകിട്ട് 4 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ മേൽശാന്തി അരുൺകുമാർ ശ്രീകോവിൽ നട തുറന്ന് മകരവിളക്ക് മഹോത്സവ കാലത്തിന് തുടക്കം കുറിക്കും. ഉച്ചയോടെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടും. ആഴിയിൽ അഗ്നി പകരുന്നതോടെ ഭക്തർക്ക് 18ാം പടി ചവിട്ടാം. ജനുവരി 14-നാണ് മകരവിളക്ക്. 41 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് വ്യാഴാഴ്ചയാണ് ശബരിമല നട അടച്ചത്. ഇനി വളരെ വളരെ അഭിമാനകരമായ ഒരു വാർത്ത, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം പകരുന്ന വാർത്തയാണ്. ഇന്ന് ഒരു ചരിത്ര നേട്ടത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന് പറയാം. കാരണം ISROയുടെ മറ്റൊരു ദൗത്യം ഈ 2024, 25, 26 വർഷങ്ങളൊക്കെ തന്നെ ISROയുടെ ഭാഗത്തും അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തു നിന്നും ഒരുപാട് പുതിയ ദൗത്യങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മുടെ സോമനാഥ് ISRO നേരത്തെ അറിയിച്ചതാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇന്ന് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ്, അതായത് ബഹിരാകാശത്ത് വെച്ച് 2 പേടകങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക, കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ആൾക്കാരെ കൊണ്ടിറക്കാനും അവിടെ നിന്ന് ആൾക്കാരെ തിരിച്ച് കയറ്റാനും ഒക്കെ നമ്മൾ ഈ ഡോക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് നാസയും ഒക്കെ വിജയകരമായിട്ട് പരീക്ഷയാണ്. ഇന്ത്യ ആദ്യമായിട്ട് അല്ലെങ്കിൽ ISRO ആദ്യമായിട്ട് അത്തരത്തിൽ ഒരു ദൗത്യത്തിന് മുതിരുന്നു എന്നുള്ളതാണ്. പ്രജനി ശാസ്ത്രീയമായ കാര്യം പറഞ്ഞപ്പോൾ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിന്റെ വാണിജ്യപരമായ കാര്യം കൂടെ പറയണം. കാരണം പണ്ട് കാലം മുതൽ ISRO പല ഉപഗ്രഹങ്ങളും ഒക്കെ നിർമ്മിക്കുമ്പോൾ, പല ടെക്നോളജികളും വികസിപ്പിക്കുമ്പോൾ അത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. മറ്റ് രാജ്യങ്ങൾക്ക് കൂടി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനൊക്കെയുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പേസ് ഒരു കൊമേഴ്സ്യലൈസേഷനിലേക്ക് മാറുകയാണ്. അതിൽ നിന്ന് നമുക്ക് വലിയ വരുമാനവും ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. മാത്രമല്ല നമ്മുടെ ഇലോൺ മസ്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, നമ്മുടെ ISRO നോക്കുന്നുണ്ട്. ISROയുമായി കൊളാബറേഷൻ നടത്താൻ പറ്റുമോ ഭാവിയിൽ എന്നൊക്കെ ഇലോൺ മസ്കും ഒക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിക്കട്ടെ. 2025 അത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടാവട്ടെ. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. രാത്രി 9:58 ഇരട്ടപ്പേടകങ്ങളുമായി ISROയുടെ PSLV C-60 വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് കുതിച്ചുയരുക. 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന പരീക്ഷണത്തെ സ്പാഡക്സ് എന്നാണ് വിളിക്കുന്നത്.
SDX-01 ചേസർ, SDX-01 ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കുക. 66 ദിവസമെടുത്താണ് സ്പേസ് ഡോക്കിംഗ് പൂർത്തിയാക്കുക. സ്പാഡെക്സ് പരീക്ഷണ വിജയമായാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യയുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന ലക്ഷ്യത്തിനും ഗഗൻയാൻ, ചന്ദ്രയാൻ ദൌത്യങ്ങൾക്കും സ്പേസ് ഡോക്കിംഗ് നിർണായകമാണ്. എന്താണല്ലേ, ഇപ്പോൾ ചൈനക്കൊക്കെ ഉണ്ട് അവിടെ സ്പേസ് സ്റ്റേഷൻ, അതുപോലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന സംഭവം. അതെ, അത് ഉണ്ടാവട്ടെ. അപ്പോൾ അത് ഉണ്ടാകാനുള്ള അതിൻ്റെ ഒരു ചവിട്ടുപടിയാണ് ഇന്നത്തെ ഈ സംവിധാനം. അത് വിജയകരമായി പൂർത്തിയാക്കണം. ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ മറ്റൊരു പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതാണ്. 2 കൃത്യമായ ഉപഗ്രഹങ്ങൾ, 2 പേടകങ്ങളെ നമ്മൾ വിക്ഷേപിച്ചു. അത് ഒരു എന്താണ് പറയുക, ഒരു ഓർബിറ്റിൽ കൃത്യമായ അകലത്തിൽ നിന്നുള്ള പരീക്ഷണം, അതൊക്കെ വിജയകരമായി പൂർത്തീകരിച്ച ISRO ഡോക്കിംഗ് കൂടി ചെയ്യാൻ പോവുകയാണ്. പ്രജനി, വായനാ കുതുകികൾക്ക് ഒരു കാഴ്ച കാണിച്ചു കൊടുക്കണം. വിഷ്ണു, അതൊന്ന് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നത്, എതിർവശത്ത് കാണുന്നത് EMS കോഓപ്പറേറ്റീവ് ലൈബ്രറിയാണ്. അപ്പോൾ ഇവിടെ പ്രവർത്തന സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ലൈബ്രറിയിൽ, അവിടെ അടുത്തുള്ളവർക്ക്, എറണാകുളം ജില്ലയിലുള്ളവർക്ക് ഈ ലൈബ്രറി വരാം. അതിന്റെ ഒരു നിർമ്മിതിയൊക്കെ കുറച്ച് ട്രഡീഷണൽ ആയ രീതിയിലാണ്. അപ്പോൾ കേരള ബാങ്കുമായി ബന്ധപ്പെട്ടാണ് അത് ഉള്ളത് എന്നുള്ളത് അറിയുക. അതേ ബിൽഡിങ്ങിൽ തന്നെയാണ്. യെസ്, നമുക്കൊരു അടുത്ത വാർത്തയിൽ കൂടി പെട്ടെന്ന് പോവാം. കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിൽ ദേശീയപാതയ്ക്കായി കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് വിവിധ വകുപ്പുകൾ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. പരിശോധന നടത്തുകയും ചെയ്യും. ജിയോളജി, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് സ്ഥലം സന്ദർശിക്കുക. മണ്ണെടുത്ത ഭാഗത്ത് ഭാവിയിൽ മണ്ണിടിച്ചിൽ തടയാൻ ജിയോളജിസ്റ്റ് നിർദ്ദേശിച്ച രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ ഉടൻ നടപ്പാക്കുക എന്ന ആവശ്യം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ തട്ടുതട്ടായി തിരിച്ച് സുരക്ഷ ഒരുക്കുക എന്നതും നാട്ടുകാരുടെ ആവശ്യമാണ്. 2025 മാർച്ച് 15 വരെ പ്രദേശത്ത് നിന്ന് മണ്ണെടുക്കാൻ കരാർ കമ്പനിക്ക് അനുമതിയുണ്ട്. സമരസമിതി സമർപ്പിച്ച ഹർജി അടുത്ത മാസം 15-ാം തീയതി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. യെസ്, അപ്പോൾ എന്തായാലും കുറെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ആ വർഷത്തെ കാണാം. 2025 ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ജോർജ് വർക്കി, ഗുഡ് മോർണിംഗ് ജോർജ് ഫ്രം ഫ്ലോറിഡ USA, മിഥുൻ മധു, വിനോദ് നായർ. ശരിയാ, ഇന്ന് മേക്കപ്പ് ഇച്ചിരി കൂടിയോ എന്നൊരു സംശയമില്ലാതില്ല. എന്താ പിന്നെ പറയണ്ടേ പ്രജന ഇറങ്ങുമ്പോ, പിന്നെ എന്തിനാണ് ചങ്ങാതി എന്ന് പറയാം. ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട. അപ്പൊ വേറെ ഒരു ഐഡിയയിൽ ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട എന്നാണ്. ഒരു പ്രയോജനമില്ല. ദ ലേസിയസ്റ്റ് ക്യൂൻ പറയുന്നു മേക്കപ്പ് അല്ല, ലൈറ്റ് ഡയറക്റ്റായി ഇത്രയും അടുത്ത് മുഖത്തടിക്കുന്നതിന് പ്രശ്നമാണെന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളാണ്. അവര് തന്നെ സൊല്യൂഷൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. നേരത്തെ ഇവിടെ ഓപ്പൺ ജിം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ എക്സസൈസിനൊക്കെ ആയിട്ട്. ഗുഡ് മോർണിംഗ് മാം. എല്ലാ ദിവസവും വരാറുണ്ടോ ഇവിടെ? No, actually I'm not of this place. Kottayam. I have come to my brother. He stays here. Okay. So you are not here. You're from Kottayam. Kottayam. Okay, it's fine. Okay, thank you. Anyway, you came here. Welcome to Ernakulam. Stay safe. Thank you. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് ഓപ്പൺ ജിം. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരിക്കും അല്ലേ? എക്സസൈസ് ചെയ്യുന്നുണ്ടോ സംസാരിക്കാം. എല്ലാ ദിവസവും വരാറുണ്ടോ? എല്ലാ ദിവസവും വരാറുണ്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട്? വളരെ ഫ്രണ്ട്ലിയാണ്. അതുപോലെ ഞങ്ങൾ കുറേ പേര് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നടക്കുന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും വന്നിട്ട് ഇവിടെ ഒരു ½ അവർ പോക്കറ്റിൽ എനിക്ക് തോന്നുന്നു മൊബൈലിൽ വാർത്തയും കേൾക്കുന്നുണ്ടോ? റേഡിയോയില്ല. അപ്പോൾ അത് എല്ലാ ഒരു സമയത്തും നടത്തുന്നു അല്ലേ? എക്സസൈസ് ഉണ്ട്, പിന്നെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ ഇവിടെ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എല്ലാവരും നടക്കുന്ന എല്ലാ ആൾക്കാരും ഈ മാലൂരും കോളനിയാണ് മെയിനായിട്ട് ആൾക്കാർ നടക്കുന്നത്. പിന്നെ വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഭയങ്കര സേഫാണ്. വണ്ടികൾ കയറിയില്ല ഈ സമയത്ത്. അപ്പോൾ ഫ്രീ ആയിട്ട് റോഡിൽ കൂടെ എല്ലാവർക്കും നടക്കാൻ പറ്റും. പോസിറ്റിവിറ്റി മുഖത്ത് കാണാം. അതെ. ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. അതെ. അപ്പൊ അങ്ങനെയാണ് ഒരുപാട് പേര് ഇവിടെ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാത്ത ആൾക്കാരൊക്കെ അല്ല, അവർ എക്സസൈസ് മുടക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. വേറെ നാട്ടിലേക്ക് വരുമ്പോഴും എക്സസൈസ് മുടക്കുന്നില്ല, ഇവിടെ എത്തിയിട്ടും എക്സസൈസ് ചെയ്യുന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് കാര്യമാണ് അല്ലെ. നമുക്കൊരു വാർത്തയോടെ കൊടുത്ത് അടുത്ത ആളിലേക്ക് പോകാം അല്ലെ. അടുത്തത് അല്ലു അർജുന്റെ ആ വാർത്തയുടെ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന്റെ ജാമ്യാപേക്ഷ നാമ്പള്ളി മാജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുന്നു. നേരത്തെ നാമ്പള്ളി കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു അല്ലു അർജുന് തെലങ്കാന ഹൈക്കോടതി ജാമ്യം നൽകിയത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ വെള്ളിയാഴ്ച ജാമ്യത്തിനായി അല്ലു അർജുൻ കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയത്. അല്ലു അർജുൻ ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുമെന്നാണ് സൂചന. ഇനി മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലൂടെ പോവാം അല്ലേ.
CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും ഇന്ന് തെരഞ്ഞെടുക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ എന്നിവർ സമ്മേളനത്തിലുടനീളം പങ്കെടുക്കുന്നുണ്ട്. രാവിലെ ജില്ലാ കമ്മിറ്റി ചേർന്ന് പുതിയ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കും എന്നുകൂടി അറിയുന്നു. മുതിർന്ന ചില നേതാക്കൾ ഒഴിവായി പുതുമുഖങ്ങൾക്ക് അവസരം നൽകും. 3 ടേം പൂർത്തിയായ നിലവിലെ സെക്രട്ടറി KP ഉദയഭാനുവിന് പകരം സംസ്ഥാന സമിതി അംഗം രാജു എബ്രഹാം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TD ബൈജു, PB ഹർഷകുമാർ എന്നിവരുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിലുള്ളത്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് വാർത്തകൾ. ഇനിയിപ്പോൾ ഒരു വാർത്ത കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. അത് 24 പുറത്തുകൊണ്ടുവന്ന വാർത്തയാണ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ്, അതിൽ കൂടുതൽ നടപടികളിലേക്ക് ഓരോ വകുപ്പുകളും കടക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ അത് പ്രതീക്ഷിതമാണ്. എല്ലാവർക്കും എതിരെ നടപടി ഉണ്ടാകും. സസ്പെൻഷൻ ഓർഡറുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ്, ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാരെതിരെ നടപടി തുടരുകയാണ്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ 9 ജീവനക്കാരെ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. LD, ടൈപ്പിസ്റ്റ്, വാച്ചർ, 7 പാർട്ട് ടൈം സ്വീപ്പേഴ്സ് എന്നിവർക്കെതിരെയാണ് നടപടി. ക്ഷേമ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. റവന്യൂ, മൃഗസംരക്ഷണ, കൃഷി വകുപ്പുകൾക്ക് പിന്നാലെയാണ് വനം വകുപ്പും നടപടിയെടുത്തത്. ഇതോടെ നടപടി നേരിട്ട സർക്കാർ ജീവനക്കാരുടെ എണ്ണം 154 ഇവിടെ തന്നെ. അപ്പോൾ എല്ലാ ദിവസവും വരാറുണ്ട്? എല്ലാ ദിവസവും മിക്കവാറും. അപ്പോൾ നടക്കട്ടെ. അപ്പോൾ മോർണിംഗ് വാക്കിനായിട്ട് ഒരുപാട് പേർ ഇങ്ങനെ ഈ മാവേലിപുരത്തുണ്ട്. നമ്മുടെ ഓപ്പൺ ജിം ഉപയോഗപ്പെടുത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പോ ഞാനൊരു വൈറ്റ് ബൊഗെയിൻവില്ല കാണിച്ചു തരാൻ വേണ്ടിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോ നല്ല ഭംഗിയുണ്ട്. വൈറ്റും ഉണ്ട്, നല്ല റെഡ് കളറിലെ ബൊഗെയിൻവില്ല ഉണ്ട്. നമ്മളെ ഹഠാത് ആകർഷിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണം എന്നാണ് എന്റെ ഒരു ഇത്. ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹി നേരിട്ടത് ക്രൂരമായ ആക്രമണം എന്ന് പറയുന്നത് അമർ ഇലാഹിയുടെ കൂടെ ആ സമയത്തുണ്ടായിരുന്ന ആളാണ്. കാട്ടാന വന്നതിന് പിന്നാലെ കാട്ടിലേക്ക് ഓടി ഒളിച്ചു എന്നാണ് അമർ ഇലാഹിക്ക് ഒപ്പം ഉണ്ടായിരുന്ന മൻസൂർ പറയുന്നത്. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഞാനിങ്ങനെ പരത്തി നടക്കുവാണ്. കുട്ടിക്കാട്ട് അവിടെ ഇങ്ങനെ ഒളിച്ച് മറ്റേ അവന് ഇവ കാണിച്ചു. വിഷ്ണു സുരേഷിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ മൻസൂർ എന്ത് കാര്യങ്ങളാണ് പറയുന്നത്? ക്രിസ്റ്റീന, നേരിട്ടത് അതിക്രൂരമായ ആക്രമണം എന്നാണ് മൻസൂർ നിലവിൽ പ്രതികരിക്കുന്നത്. മൻസൂറിനെ PJ ജോസഫ് MLA നേരിൽ കണ്ടപ്പോൾ PJ ജോസഫിനോടാണ് മൻസൂർ തങ്ങൾക്ക് നേരിട്ട ഈ അപകടത്തെക്കുറിച്ചും തങ്ങൾക്ക് നേരിട്ട ആക്രമണത്തെക്കുറിച്ചും വ്യക്തമാക്കിയത്. അതായത് ഈ അമറിനെ ആന അതിക്രൂരമായി ആക്രമിച്ചു. അതിനിടയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. പിന്നീട് ഈ മൻസൂർ തനിയെ മറ്റൊരു കാടിലേക്ക് ഒളിഞ്ഞു മാറുകയായിരുന്നു. ഈ ആക്രമണത്തിനിടയിൽ 4 കാലുകൾക്കിടയിൽ നിന്നാണ് ഈ അമർ മൻസൂർ ഓടി രക്ഷപ്പെട്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിക്രൂരമായ ആക്രമണം. നിലവിൽ ഈ മൻസൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലിനടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. നേരിൽ കണ്ടതിന്റെ നടുക്കം ഇപ്പോഴും മൻസൂറിന് വിട്ടുമാറിയിട്ടില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് PJ ജോസഫ് മൻസൂറിനെ നേരിട്ട് ആശുപത്രിയിൽ ചെന്ന് കണ്ടത്. ആ ഘട്ടത്തിലാണ് തങ്ങൾക്ക് നേരിട്ട ഈ അനുഭവത്തെക്കുറിച്ച് ഈ മൻസൂർ പറഞ്ഞത്. അതിൽ അമറായി 22കാരൻ നേരിട്ടത് അതിക്രൂരമായ ആക്രമണം എന്ന് നേരിൽ കണ്ട ആൾ തന്നെയാണ് നിലവിൽ വിവരിച്ചിരിക്കുന്നത്. അത്രയും ഭയാനകമായൊരു സംഭവമായിരുന്നു. മൻസൂറിനെ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി ഡിസ്ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിദാരുണമായ സംഭവം. ഇനി ഈ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ആവശ്യം. എന്തായാലും സമീപകാലത്ത് കേട്ടിട്ടുള്ള ഈ കാട്ടാന ആക്രമണത്തിൽ ഏറ്റവും ക്രൂരമായ ഒരു ആക്രമണമെന്ന് ഇതിനെ വിശേഷിപ്പിക്കുക. അതിൻ്റെ ദൃക്സാക്ഷി, അതിൻ്റെ അനുഭവസ്ഥൻ തന്നെയാണ് അക്കാര്യം നിലവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്. നമ്മുടെ പവിത്രൻ പാതിരപ്പറ്റ പത്രം ചേട്ടൻ പറയുന്നുണ്ട്, പത്രം എടുക്കും ചേട്ടാ, പത്രം എടുക്കും, നമ്മുടെ കയ്യിലുണ്ട്.
പിന്നെ വിപിൻ വെള്ളിയാട്ട് കുറച്ചുകൂടെ സ്പീഡിൽ നടക്കാം മോർണിംഗ് വാക്ക് എന്നാണ് പറയുന്നത്. ജോസഫ് തോമസ് പറയുന്നു ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. 1 മണിക്കൂർ എത്ര ദൂരം നടക്കും എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര ദൂരം നടക്കും? ഈ പറഞ്ഞ സ്പീഡിന്റെ ഒരു കാര്യം പറയാം. നമ്മൾക്ക് നമ്മുടെ ക്യാമറ ടീം ഉണ്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ക്യാമറ ടീം പുറകോട്ട് നടക്കുകയാണ്. അപ്പം അധികം വേഗത്തിൽ നടന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അവരിത് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് സ്പീഡ് കുറച്ച് സംസാരിക്കുന്നത്. ഒരു വലിയ ടീം ഞാൻ നടന്നു പോകുന്നത്. നമുക്ക് ഇവിടെ സംസാരിച്ചാലോ? ഗുഡ് മോർണിംഗ് ഏട്ടാ. മോർണിംഗ്. എല്ലാ ദിവസവും നടക്കാറുണ്ടോ? ഞങ്ങൾ എല്ലാ ദിവസവും വീക്ക് ഡേയ്സിലാണ് നടക്കും. ടീമായിട്ടാണ്? ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് നടക്കുന്ന. എല്ലാവരും ഇവിടുത്തുകാരാണോ? എല്ലാം ഞങ്ങൾ ഈ ചുറ്റുപാടുള്ളവരാണ്. പിന്നെ ഇത് കഴിഞ്ഞ് നിങ്ങളൊരു 7:15 ഇവിടെ അവിടെ ഓടിച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ ആളുണ്ട്. ആ സമയത്താണല്ലേ? ആ സമയത്ത് 7 മുതൽ 7:45 വരെ അവിടെ ഓരോ ഐറ്റത്തിനും ക്യൂ ആ. എത്ര ദൂരം നടക്കും ഒരു ദിവസം? ഒരു 40-45 മിനിറ്റ്. അപ്പൊ ഒരു ഒന്ന് വാമപ്പായി ഒന്ന് ശരീരം ഓക്കെ ആവുന്ന നടത്തം തുടരും. അതെ. അപ്പൊ ഈ പോസിറ്റീവായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഉള്ള പോലെയല്ല. ഇന്നിപ്പോ ഡിസംബർ 30 ഒരു ന്യൂ ഇയർ വരാൻ വേണ്ടി പോവാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന സമയമാണ്. ഒരാഴ്ച മുമ്പ് തന്നെ റെസൊല്യൂഷൻ എടുത്തു ഈ ന്യൂ ഇയർ ആഘോഷിക്കണമെന്ന്. ഇനി റെസൊല്യൂഷൻ എപ്പോ നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ ഇനി ലൊക്കേഷൻ അതിന്റെ വെന്യൂ മാത്രം തീരുമാനിച്ചാൽ മതി, അത് തർക്കത്തില്ല. അപ്പൊ എന്തായാലും നമ്മളും പെട്ടെന്നൊന്ന് ചാർജ് ആയി അല്ലേ? ഈ പോസിറ്റിവിറ്റി, അതാണ് നമ്മള് ഒരാളിന്റെ പോസിറ്റിവിറ്റി അല്ലെ ഒരു ഗ്രൂപ്പിന്റെ പോസിറ്റിവിറ്റി എങ്ങനെ മറ്റുള്ളവരിലേക്കും പകരും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ അതാണ് വളരെ പോസിറ്റീവായിട്ട് ഒരു നടത്തത്തെ കാണുന്നു, ആരോഗ്യത്തെ കാണുന്ന ഒരു ടീം. അവരിങ്ങനെ അവരുടെ നടത്തം തുടരുകയുമാണ് അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോകാൻ സമയമായില്ലേ? പോകാം. അതാ മലപ്പുറത്ത് നിന്നുള്ള ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസിന്റെ അധ്യാപകർ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായേക്കും. ഒളിവിൽ കഴിയുന്ന അധ്യാപകർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നാളെ ഒരു ദിവസം കൂടി ക്രൈംബ്രാഞ്ച് സമയം അനുവദിക്കും. യെസ്, എന്തായാലും ഇന്നോട് ഹാജരായില്ല എങ്കിൽ കസ്റ്റഡിയിലെടുക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം വന്നിരിക്കുന്നത്. അതേസമയം MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. 2 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമെന്ന് അറിയുന്നു. ഷുഹൈബിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്യും. അടുത്ത റിപ്പോർട്ടിലേക്ക് പോകും അല്ലേ? അത് നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. യുവജനങ്ങളുടെ സർഗാത്മക വികസനം ലക്ഷ്യമിട്ട് 3 ദിവസങ്ങളിലായി തൃശൂരിൽ നടന്ന SYS കേരള യുവജന സമ്മേളനത്തിന് സമാപനമായി. സുന്നി ആശയം പറയുന്നവരെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കരുതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. യുവജനങ്ങളുടെ സർഗാത്മക വികസനം ലക്ഷ്യം പദ്ധതികൾ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനമാണ് SYS കേരള യുവജന സമ്മേളനം മുന്നോട്ട് വെച്ചത്. സമാപന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരങ്ങളെത്തി. പ്രതിദിന സായാഹ്ന പൊതുസമ്മേളനം, ഫ്യൂച്ചർ കേരള സമ്മിറ്റ്, നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഹിസ്റ്ററി ഇൻസൈറ്റ് എന്നിവയിലൂടെ സാമൂഹിക വികസനം ലക്ഷ്യം വെക്കുന്ന പഠനങ്ങളും സംവാദങ്ങളും നടന്നു. സമാപന സമ്മേളനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പിടർന്നുപോയി, മറ്റതായി പോയി, ആര് പിടർന്നാലും എവിടെ പിടർന്നാലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒരൊറ്റ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനെ തകർക്കാൻ ആരും നോക്കണ്ട, ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനായി. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തി. മന്ത്രി V അബ്ദുറഹ്മാൻ, PK കുഞ്ഞാലിക്കുട്ടി, ജോയ് ആലുക്കാസ് എന്നിവർ അതിഥികളായി. SYS നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ മുഖ്യ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ സംഘടിതമായി നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വക പ്രവർത്തനങ്ങൾ ഇവിടെ തുടരേണ്ടതാണ്. മറ്റു ഭിന്നതകൾക്ക് ഇപ്പോൾ വലിയ പ്രസക്തിയില്ല. മറ്റു ഭിന്നതകൾക്ക് ഒരിക്കൽ കൂടി എല്ലാവരും വിട ചൊല്ലിക്കൊണ്ട് ഐക്യത്തോടു കൂടി പോവാൻ നമുക്ക് സാധിക്കണം. ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനത്തിനും പുരോഗതിക്കും വേണ്ട വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കണമെന്നും SYS കേരള യുവജന സമ്മേളനം ആവശ്യപ്പെട്ടു. 24 തൃശൂർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളൊരു ഓട്ട മത്സരത്തിലായിരുന്നു. ആ ഓട്ട മത്സരത്തിൽ ഞാൻ ഫസ്റ്റ് അടിച്ച വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നു. പ്രജിൻസി കണ്ണൻ ഓടിയെത്തുന്നതേ ഉള്ളൂ. ഞാൻ ഈ പത്രം എടുക്കാൻ വേണ്ടി പോയതാണ്. പത്രം വേണ്ടേ? നമ്മളെ പ്രേക്ഷകർ പത്രം ചോദിക്കുന്നുണ്ടല്ലോ. പത്രം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ജിൻസ് കുര്യാക്കോസ് പറയുന്നു, കേരളം സന്തോഷ് ട്രോഫി ഫൈനലിൽ എത്തിയ വാർത്ത പറഞ്ഞല്ലോ, പറഞ്ഞിരിക്കും. 5-1 നമ്മുടെ മുഹമ്മദ് റോഷന്റെ ഹാട്രിക്കിലാണ് കേരളത്തിന്റെ വിജയം. 8ാമത്തെ കപ്പാണ് നമ്മൾ ജയിച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ എതിരാളികൾ കരുത്തരാണ്, ബംഗാളാണ്. 32 തവണ കപ്പടിച്ച ടീമാണ്. 47ാം തവണയാണ് അവർ ഫൈനൽ
എത്തുന്നത്. ഓടിയന്റെ ഒരു ക്ഷീണോട് വായിച്ചോ. നല്ലതാണ് അല്ലെ, ചോദിച്ചോ കേട്ടോ. Yeah. അപ്പം പത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാള മനോരമ ആദ്യം എടുക്കാം. ഈ പറയുന്ന ഉമാ തോമസിന്റെ അപകട വാർത്തയൊക്കെ ലീഡുമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഒന്നാം പേജിലുണ്ട്. ഉമാ തോമസിന്റെ വാർത്ത നേരത്തെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകുന്നത്. ഈ സോളറിന് മീറ്റർ കുരുക്ക് എന്ന തലക്കെട്ടിലാണ് വാർത്ത മനോരമ നൽകിയിരിക്കുന്നത്. പുരപ്പുറ വൈദ്യുതി നെറ്റ് മീറ്റർ നൽകാതെ KSEB ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിൽക്കാനാവാത്ത സ്ഥിതിയാണ്. മീറ്റർ സ്വന്തമായി വാങ്ങിയവരും ആശങ്കയിലാണ്. സ്മാർട്ട് മീറ്റർ വരുമ്പോൾ മാറ്റിവെക്കണം എന്ന രീതിയിലുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഒന്നാം പേജിൽ നൽകുന്നത്. അപ്പോൾ കേരളം സന്തോഷ് ട്രോഫി ഫൈനലിൽ ടീമിന്റെ മുഹമ്മദ് റോഷലിനെ അഭിനന്ദിക്കുന്ന ചിത്രം കാണാം. അപ്പോൾ നമുക്ക് SKN അവിടെ ഫ്ലോറിൽ റെഡിയാണ്. SKN, വെരി 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 ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രജിൻ സി കണ്ണൻ ആൻഡ് കൃഷ്ണ ചെറിയാൻ. പ്രജിൻ, എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? രാവിലെ കറുത്ത ഉടുപ്പൊക്കെ ഇട്ടിറങ്ങി, അത് എന്നോട് എന്തെങ്കിലും പ്രതിഷേധമാണോ രാവിലെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു പ്രതിഷേധമില്ല SKN. ഇല്ല അല്ല, ചിലപ്പോ എനിക്ക് തോന്നുന്നു AI പരാക്രമമുണ്ട്. പ്രജിൻ സി കണ്ണൻ തന്നെയാണോ നിൽക്കുന്നത്, അതിന് AI സംശയം തോന്നുക. ഓക്കെ, താങ്ക് യു കൃഷ്ണ ചെറിയാൻ ആൻഡ് പ്രജിൻ സി കണ്ണൻ.